ആശ്രയമാരും ഇല്ലാത്ത നേരം ക്രൂശിതനേശുവെ നോക്കി ഞാൻ കുരിശിൽ പിടയുന്ന നാഥന്റെ നെയ്യിൽ കാണാം സ്നേഹമുറിവുകൾ. ഓർക്കാം കരുണ തൂകും ചോരവാർന്ന മുറിവുകൾ, ചേർക്കാൻ നൊമ്പരങ്ങൾ ആ തിരുമുറിവുകളിൽ. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ നോമ്പിന് ദിവസങ്ങളിൽ കൂടി നാം കടന്നു പോവുകയാണല്ലോ. ഈ നോമ്പ് കാലത്തിൻ്റെ പ്രധാന ഉദ്ദേശം ചെയ്ത തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുവാനും ദൈവമുമ്പാകെയുള്ള അനുരഞ്ജനത്തിലേക്ക് എത്തുന്ന ഒരു പുതുക്കത്തിൻ്റെ ഉത്തമമായ സന്ദർഭമാണ്. നോമ്പുകാലം എല്ലാവർക്കും പാപത്തെപ്പറ്റിയുള്ള ബോധം ആവശ്യമാണ്. യെശയ്യാ പ്രവാചകൻ പാപബോധം ഉണ്ടായപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യനെന്നും, ഇയ്യോബിന് പാപബോധം ഉണ്ടായപ്പോൾ ഞാൻ എന്നെ തന്നെ വെറുത്തുവെന്നും, വിശുദ്ധ പത്രോസിന് പാപബോധം ഉണ്ടായപ്പോൾ ഞാൻ പാപിയായ മനുഷ്യനെന്നും, വിശുദ്ധ പൗലോസിന് പാപബോധം വന്നപ്പോൾ ഞാൻ പാപികളിൽ പ്രധാനി എന്നും പറഞ്ഞതായി നാം വായിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവാണ് പാപബോധം ഉണ്ടാക്കുന്നത്. ഹൃദയത്തിലും മനസ്സിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നതിന് മുൻപ് അനുതാപം ഉണ്ടാകുകയില്ല. അതിന് മുഖാന്തരമായി പട്ടക്കാരൻ്റെ പ്രസംഗമോ പ്രിയപ്പെട്ടവൻ്റെ വേർപാടോ ദൈവം ഉപയോഗിച്ചേക്കാം. വാസ്തവമായി മാനസാന്തരത്തിനാവശ്യമായ നിഷ്ഠകളും ആഗ്രഹം തരുന്നതും ദൈവാത്മാവാണ്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ അയക്കും. കല്ലായ ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് മാറ്റി മാംസമായ ഹൃദയം നിങ്ങൾക്ക് തരും. യെഹെസ്കേൽ 36:26 പറയുന്നു. പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെടുക. പാപത്തിന് പരിഹാരമായി തീർക്കുവാൻ മനുഷ്യനോ പൂതർക്കോ കഴിയുകയില്ല. പാപത്തിൻ്റെ പരിഹാരം കർത്താവിൽ മാത്രമാണ്. ഈ നോമ്പ് കാലങ്ങളിൽ അനുതാപത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ ശക്തരാകുന്നതിനും ദൈവസന്നിധിയിൽ വ്യക്തികളായും കുടുംബമായും സാമൂഹികമായും സമർപ്പിക്കാം.